ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ കിൽക്കേത് ദുർഗാക്ഷേത്രം പൊളിച്ചു നീക്കിയ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. റെയിൽവേ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി സ്വീകരിച്ചതെങ്കിലും ഇതിന് പിന്നിൽ വർഗീയപരമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഹൈന്ദവ സംഘടനകളും ഇന്ത്യൻ സർക്കാരും ആരോപിക്കുന്നു. ബംഗ്ലാദേശ് റെയിൽവേയുടെ ധാക്ക ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണറും ഡിവിഷൻ എസ്റ്റേറ്റ് ഓഫീസറും പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ക്ഷേത്രം പൊളിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ അധികൃതർ ക്ഷേത്രത്തിന് സമീപം എത്തിയപ്പോൾ ഹൈന്ദവ വിശ്വാസികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ക്ഷേത്രത്തിന് മുന്നിൽ കുത്തിയിരുന്ന അവർ ഈ നടപടിയെ തടയാൻ ശ്രമിച്ചെങ്കിലും കനത്ത പോലീസ് സുരക്ഷയിൽ സൈനികരെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയായിരുന്നു. ഇതിനുശേഷം ബുൾഡോസറുകൾ ഉപയോഗിച്ച് ക്ഷേത്ര കെട്ടിടം പൂർണ്ണമായും ഇടിച്ചു നിരത്തി. ഈ നടപടി ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വൈകാരിക മുറിവായി മാറി. ഈ സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ രംഗത്തെത്തി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ധാക്കയിലെ കിൽക്കേത് ദുർഗാക്ഷേത്രം തകർത്തതിനെ രൂക്ഷമായി വിമർശിച്ചു. ക്ഷേത്രം പൊളിക്കുന്നതിനു പിന്നിൽ ഭീകരവാദികളുടെ മുറവിളികൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇടക്കാല സർക്കാർ ക്ഷേത്രത്തിന് സുരക്ഷ നൽകുന്നതിന് പകരം ഈ സംഭവത്തെ നിയമവിരുദ്ധമായ ഭൂവിനിയോഗമായി ചിത്രീകരിച്ച് ക്ഷേത്രം നശിപ്പിക്കാൻ അനുവദിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് കേടുപാടുകൾ വരുത്തിയതിലുള്ള ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. ഈ പ്രവൃത്തി ഒരു സാധാരണ ഭൂമി ഒഴിപ്പിക്കൽ നടപടിയായി കാണാൻ കഴിയില്ലെന്നും മറിച്ച് വിശ്വാസികളെയും അവരുടെ ആരാധനാലയങ്ങളെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നു. ഏറ്റവും വേദനാജനകമായ കാര്യം ആരാധനയോടെ കണ്ടിരുന്ന മാദുർഗയുടെ വിഗ്രഹം പോലും തകർക്കപ്പെട്ടു എന്നതാണ്. ഏതാനും സെന്റ് ഭൂമി ക്ഷേത്രത്തിനായി മാറ്റിവെക്കുന്നതിൽ മുഹമ്മദ് യൂനിസ് സർക്കാരിന് എന്ത് ബുദ്ധിമുട്ടായിരുന്നുവെന്നും വിഗ്രഹത്തെ ആദരവോടെ മാറ്റിസ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നും അവർ ചോദ്യം ചെയ്യുന്നു. ബംഗ്ലാദേശിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ആശങ്കാജനകമാണെന്നും ഹിന്ദുക്കളെയും അവരുടെ സ്വത്തുക്കളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കേണ്ടത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണെന്നും ജയ്സ്വാൾ ഓർമ്മിപ്പിച്ചു. ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ന്യൂനപക്ഷങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ള അന്താരാഷ്ട്ര നിയമങ്ങളെയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ധാക്കയിലെ ഈ സംഭവത്തിൽ ബംഗ്ലാദേശിലെ വിവിധ ഹിന്ദു സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ക്ഷേത്രം തകർത്തതിന് പിന്നിൽ ഭരണകൂടത്തിന്റെ വർഗീയ നടപടികളാണെന്ന് കൂട്ടായ്മ പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ധാക്കയിലെ ഷബാക് പ്രദേശത്ത് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ തകർക്കുന്നത് ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിന് തുല്യമാണെന്നും ഇത്തരം പ്രവർത്തികൾ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് വിരുദ്ധമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സംഭവങ്ങൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുമെന്നും സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഇത് ഭീഷണിയാണെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവത്തോടെ വർദ്ധിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ കിൽക്കേത് ദുർഗാക്ഷേത്രം പൊളിച്ചു നീക്കിയ നടപടി ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിൽ മാത്രമല്ല ആഗോളതലത്തിലെ ഹിന്ദു വിശ്വാസികൾക്കിടയിലും വലിയ ഞെട്ടലും രോക്ഷവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെയിൽവേ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചതായിരുന്നു ക്ഷേത്രം എന്ന ബംഗ്ലാദേശ് സർക്കാരിന്റെ വാദം ഒരു മറയാക്കുകയാണെന്നും ഇത് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണെന്നും ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നു. ഈ സംഭവത്തോടുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതികരണം ശക്തമാണ്. ബംഗ്ലാദേശിലെ വിവിധ ഹിന്ദു സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മ വെള്ളിയാഴ്ച ധാക്കയിലെ ഷബാക് പ്രദേശത്ത് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം തകർത്തതിന് പിന്നിൽ ഭരണകൂടത്തിന്റെ വർഗീയപരമായ നടപടികളാണെന്ന് കൂട്ടായ്മ തങ്ങളുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. മുഹമ്മദ് യൂനിസ് അറിഞ്ഞിരിക്കണം, ഹൈന്ദവ സമൂഹം എല്ലാം നിരീക്ഷിക്കുകയാണെന്നും ഇത്തരം ഹീനമായ പ്രവൃത്തികൾക്ക്
കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അവർക്ക് മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ വിശ്വാസത്തെയും ദേവതകളെയും അപമാനിക്കുമ്പോൾ നിശബ്ദരായി ഇരിക്കില്ലെന്നും അവർ പ്രഖ്യാപിക്കുന്നു. ഈ സംഭവം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള ആഗോളതലത്തിലുള്ള ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്.